റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 2ാം ക്ലാസ്സിലെ ഫിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം എന്നാണ്. യോജിപ്പിക്കാം. താഴെ നോക്കൂ, ഒരു 6 ചോദ്യങ്ങളുണ്ട്. 6 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഇടത് സൈഡിൽ ഒരു ചിത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് ഉത്തരങ്ങൾ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ചോദ്യങ്ങൾ വായിച്ചു നോക്കണം, ഉത്തരങ്ങളും വായിച്ചു നോക്കണം. ഓരോ ചോദ്യങ്ങൾ വായിച്ച് അപ്പം തന്നെ ഉത്തരം നോക്കിയെടുത്ത് എഴുതാതെ എല്ലാ ചോദ്യങ്ങളും ആദ്യം ഒന്ന് വായിക്കുക. അതേപോലെ എല്ലാ ഉത്തരങ്ങളും ആദ്യം ഒന്ന് വായിക്കുക. എന്നിട്ട് ഓരോന്നിനോടും യോജിക്കുന്ന ഉത്തരങ്ങൾ, ഈ ഉത്തരങ്ങളാണ് ഇവിടെ ഉള്ളത്, ഇതെടുത്തിട്ട് ഈ ഭാഗത്തേക്കാണ് എഴുതേണ്ടത്. പിന്നെ ചോദ്യം എടുത്ത് ഇങ്ങോട്ട് എഴുതാതെ ഉത്തരങ്ങൾ എടുത്തിട്ട് ഈ ഭാഗത്തേക്ക് എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതിലിവിടെ 1ാമത്തെ ചോദ്യം എന്താണ്? ഷഹാദത്ത് കലിമ എന്നാണ്. അതിൻ്റെ മുമ്പ് നമുക്ക് ഉത്തരങ്ങളൊക്കെ ആദ്യം ഒന്ന് വായിച്ചു നോക്കല്ലേ. ഇവിടെ ചെയ്യുക എന്നുണ്ട്, പിന്നെ 5 സമയം, പിന്നെ 2 ആകുന്നു, പിന്നെന്താ നോമ്പ് നോൽക്കൽ, പിന്നെ കൊടുക്കുക, 5 ആകുന്നു. ഈ ഉത്തരങ്ങൾ വായിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നമുക്ക് ചോദ്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ വരും, എന്തായിരിക്കും എന്നുള്ളത്. ഇനി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. 1ാമത്തെ ഇതാ ഷഹാദത്ത് കലിമ. ഷഹാദത്ത് കലിമ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ഉത്തരങ്ങൾ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ കിട്ടും. ഇതാ ഇവിടെ 2 ആകുന്നു എന്നുണ്ട്. ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ നമുക്കിവിടെ എന്ത് എഴുതാം? അതിൻ്റെ ഉത്തരം എഴുതാം. ഷഹാദത്ത് കലിമ 2 ആകുന്നു എന്നിങ്ങോട്ട് മാറ്റി എഴുതുക. പിന്നെ ഇവിടെ 2ാമത്തെ ചോദ്യം എന്താ? സക്കാത്ത്. സക്കാത്ത് നമ്മൾ ഈ ഇസ്ലാം കാര്യങ്ങളൊക്കെ പഠിച്ചല്ലോ. സക്കാത്ത് കൊടുക്കുക എന്നല്ല പഠിച്ചത്. എന്താ ഇവിടെ കൊടുക്കുക എന്നുണ്ട്, അതാണ് 2ാമത്തത്. അപ്പോൾ അതിൻ്റെ നേരെ കൊടുക്കുക എന്ന് എഴുതാം. അപ്പോൾ എന്തായി? സക്കാത്ത് കൊടുക്കുക. അതിങ്ങനെ കൂട്ടി വായിച്ചാൽ കറക്റ്റാകും. ഇനി 3ാമത്തത് എന്താ? 3ാമത്തത് ഹജ്ജ് എന്നാണ്. ഹജ്ജിനോട് യോജിക്കുന്നതാ ഇതാണ്. ഹജ്ജ് ചെയ്യുക നമ്മൾ ഇസ്ലാം കാര്യങ്ങളിൽ പഠിച്ചല്ലോ. എന്താ 3ാമത്തെ ഉത്തരം. അപ്പോൾ ഹജ്ജ് എന്ന് കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്യുക എന്ന് എഴുതിയേക്കുക. അപ്പോൾ അതും കംപ്ലീറ്റായി. ഹജ്ജ് ചെയ്യുക. ഇനി 4ാമത്തത് എന്താ? 4ാമത്തത് ഇസ്ലാം കാര്യങ്ങൾ. ഇസ്ലാം കാര്യങ്ങൾ എത്ര 5 ആകുന്നു നമ്മൾ പഠിച്ചിരിക്കണമല്ലോ. ഇതാ അവിടെ 5 ആകുന്നു എന്ന് ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് 4ാമത്തെ ഉത്തരം. നമ്മളിവിടെ നമ്പർ ഇടേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്പർ ഇടാന്ന് മാത്രം. അപ്പോൾ 5 ആകുന്നു എന്ന് എഴുതാം. ഇനി അടുത്ത 5ാമത്തെ ചോദ്യം എന്താ? നിസ്കാരം എന്നാണ്. നിസ്കാരങ്ങൾ, ഫർള് നിസ്കാരങ്ങൾ എത്ര സമയമുണ്ട്? ഉത്തരങ്ങൾ വായിച്ചാൽ നമുക്ക് അതിൻ്റെ ഏറ്റവും യോജിക്കുന്ന ഉത്തരം കിട്ടും. ഇതാണ് 5ാമത്തെ ഉത്തരം. എന്താണ്? 5 സമയം എന്നാണ്. 5 സമയം. അപ്പോൾ അങ്ങനെ എഴുതാം. നിസ്കാരം 5 സമയം. ഇനി 6ാമത്തത് അവസാനത്തെ എന്താ? റമളാൻ മാസം മുഴുവനും. ഇതൊക്കെ ഇസ്ലാം കാര്യങ്ങളിൽ പെട്ടതാണ്. കുറേ ചോദ്യങ്ങൾ അങ്ങനെ വന്നിരിക്കണല്ലേ. റമളാൻ മാസം മുഴുവനും നമ്മൾ എന്ത് ചെയ്യണം? നോമ്പ് നോൽക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഉത്തരങ്ങളിൽ നോമ്പ് നോൽക്കൽ എന്നുണ്ട്. അതാണ് 6ാമത്തത്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്താൽ നോമ്പ് നോൽക്കൽ എന്ന് എഴുതാം. റമളാൻ മാസം മുഴുവനും നോമ്പ് നോൽക്കൽ. അപ്പോൾ ഇത് അങ്ങനെ നമുക്ക് കംപ്ലീറ്റായി ചെയ്യാം. ഇനി 2ാമത്തെ ആക്ടിവിറ്റി ഇവിടെ നോക്കൂ. എന്താണ്? കള്ളികളിൽ നിസ്കാരത്തിൻ്റെ പേരെഴുതാം. കള്ളികളിൽ നിസ്കാരത്തിൻ്റെ പേരെഴുതാം. ഇവിടെ 5 കള്ളികളുണ്ട്. അതിൽ ലുഹർ എന്ന് ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അതാണല്ലോ നമ്മൾ നിസ്കാരങ്ങൾ 5 പഠിച്ചതിൽ ഒന്ന് ലുഹറാണല്ലോ. പിന്നെ ബാക്കി കള്ളികളിൽ നമ്മൾ മറ്റു നിസ്കാരങ്ങളെ പേര് എഴുതണം. 2ാമത് നമ്മൾ പഠിച്ചത് എന്താണ്? അസുറാണ്. അപ്പോൾ അസുർ എന്ന 2ാമത്തെ കള്ളിയിൽ എഴുതാം. 3ാമത്തെ നിസ്കാരം മഗ്രിബാണ്. അപ്പോൾ മഗ്രിബ് എന്ന് 3ാമത്തെ കള്ളിയിൽ എഴുതാം. 4ാമത്തെ നിസ്കാരം ഏതാ? ഇഷാ ആണ്. അപ്പോൾ ഇഷാ എന്ന് അടുത്ത കള്ളിയിൽ എഴുതാം. നിസ്കാരങ്ങളെ പേരും അതിൻ്റെ പിന്നെ റക്കാത്തുകളുടെ എണ്ണൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതൊക്കെ പരീക്ഷയ്ക്ക് വരും. ഇനിയിപ്പോൾ 5ാമത്തത് ഏതാണ് ബാക്കി? സുബ്ഹാണ് ഇവിടെ ബാക്കിയുള്ളത്. അപ്പോൾ സുബ്ഹ്. അപ്പോൾ ളുഹ്ർ എന്നിവിടെ ഉണ്ട്. അസ്ർ, മഗ്രിബ്, ഇഷാ, സുബ്ഹ്. അതാണ് നമ്മളിവിടെ എഴുതി കൊടുക്കേണ്ടത്.
ഇനി അടുത്തൊരു ആക്ടിവിറ്റി മൂന്നാമത്തത് പൂർത്തിയാക്കാം എന്നാണ്. പൂർത്തിയാക്കാം. അതിൻ്റെ താഴെ പെടുന്ന 4 ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾ വായിച്ചു നോക്കിയാൽ അതിൻ്റെ ഒരു അവസാന ഭാഗം ഇവിടെ ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അവസാനം 1-2 വാക്കൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോഴാണിത് കംപ്ലീറ്റ് ആവുക, പൂർത്തിയാവുള്ളൂ. വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് ഒന്നാമത്തേത് നോക്കൂ. ഒന്നാമത്തത് നിസ്കാരം ഏറെ പുണ്യമുള്ള, നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് പാഠത്തിൽ തന്നെ പഠിച്ചിരിക്കണല്ലേ, നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ് എന്നല്ല പഠിച്ചത്. അപ്പോൾ ഇബാദത്താണ് എന്ന് അപ്പുറത്ത് ചേർത്ത് കൊടുക്കും. അങ്ങനെ പൂരിപ്പിക്കാനും പൂർത്തിയാക്കാനൊക്കെ പരീക്ഷയ്ക്ക് വരും. ഇനി രണ്ടാമത്തത് നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന്, നമ്മളെന്താ പഠിച്ചത്? നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക? നിസ്കരിക്കുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് എന്ന് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി മൂന്നാമത്തെ എന്താ? അഷ്ഹദു അല്ലാ ഇലാഹ, നമ്മൾ ഷഹാദത്ത് കലിമ പഠിച്ചല്ലോ, അതിൻ്റെ ബാക്കി അത് ഫുള്ള് പടല്ല, അഷ്ഹദു അല്ലാ ഇലാഹ എന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കി എന്താണ്? ഇല്ലല്ലാ എന്നാണ് അല്ലേ, ഇല്ലല്ലാ. അപ്പോൾ അതവിടെ ഇതാണ്. ഇനി അതിൻ്റെ രണ്ടാമത്തത് ഇതാവുക അഷ്ഹദു അന്ന മുഹമ്മദൻ, പിന്നെ എന്താ അതിൻ്റെ ബാക്കി? റസൂലുള്ളാ എന്നാണ് അല്ലേ, റസൂലുള്ളാ. അപ്പോൾ അതിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എന്തായി? നിസ്കാരം ഏറെ പുണ്യമുള്ള ഇബാദത്താണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയി. പിന്നെ നിസ്കരിക്കുന്നവന് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. പിന്നെ അതേപോലെ തന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ, പിന്നെ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അപ്പോൾ അതങ്ങനെ പൂർത്തിയാക്കാം. ഇനി അടുത്തൊരു ആക്ടിവിറ്റി നാലാമത്തത് ഉത്തരം എഴുതാം എന്നാണ്. ഉത്തരം എഴുതാം. ചോദ്യങ്ങൾ വായിച്ചു നോക്കുക. അതിൻ്റെ ഉത്തരമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ആ ഉത്തരങ്ങൾ അവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. അതിൽ ഒന്നാമത്തെ ചോദ്യം നോക്കൂ. വുളൂഇൽ വലതുകാൽ ഏതുവരെ കഴുകണം? നമ്മൾ വുളു എടുക്കുമ്പോൾ കയ്യും കാലൊക്കെ കഴുകലുണ്ട്. അതിൽ വലതുകാൽ ഏതുവരെ നമ്മൾ പഠിച്ചത്? വലതുകാലും ഇടതുകാലൊക്കെ ഞെരിയാണി ഉൾപ്പെടെ കഴുകണം എന്നാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ഞെരിയാണി എന്നിവിടെ എഴുതിയാൽ മതി. ഞെരിയാണി ഉൾപ്പെടെ എന്ന് എഴുതാം, അല്ലെങ്കിൽ ഞെരിയാണി എന്ന് എഴുതിയാലും ആൻസറായി. രണ്ടാമത്തെ ചോദ്യം എന്താ? വുളൂഇൽ വലതു കൈ ഏതുവരെ കഴുകണം? നേരത്തെ കാലാണ് ചോദിച്ചത്, ഇത് കൈയാണ്. ഇപ്പോൾ വലതു കൈ മുട്ടുൾപ്പെടെ എന്നല്ല നമ്മൾ പഠിച്ചത്, മുട്ടുൾപ്പെടെ. അപ്പോൾ മുട്ടുൾപ്പെടെ എന്ന് എഴുതിയാൽ അതിൻ്റെ ആൻസറായി. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ? വുളൂഇൽ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടൊപ്പം എന്ത് ചെയ്യണം? വുളൂ ചെയ്യുമ്പോൾ നമ്മൾ വായിൽ വെള്ളം കൊപ്പിളിക്കുമല്ലോ, അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റണം അല്ലേ, അല്ലെങ്കിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം. അങ്ങനെ എഴുതാം. അപ്പോൾ വുളൂഇൽ വായിൽ വെള്ളം കൊപ്പിളിക്കുന്നതോടൊപ്പം എന്ത് ചെയ്യണം? മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യണം. അങ്ങനെ എഴുതാം. അപ്പോൾ അതിൻ്റെ ആൻസറായി. ഇനി അടുത്ത ഒരു ആക്ടിവിറ്റി അഞ്ചാമത്തത് പൂരിപ്പിക്കാം എന്നാണ് അല്ലേ. നേരത്തെ പൂർത്തിയാക്കാം എന്നാണ് പറഞ്ഞത്, അത് നമ്മൾ അങ്ങനെ പൂർത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തത് ഇവിടെ പൂരിപ്പിക്കാം എന്നാണ്. കുറച്ച് ഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഇടയിലുള്ള നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇതിൽ ഫസ്റ്റത്തെ നോക്കൂ. തീർച്ചയായും തീർച്ചയായും അള്ളാഹു അല്ലാതെ ഡാഷ് മറ്റാരുമില്ലെന്ന് ഡാഷ് ഉറപ്പിച്ചു ഡാഷ് പറയുന്നു. ഇത് കേട്ടാൽ നമുക്കറിയാം, നമ്മൾ ഷഹാദത്ത് കലിമ പഠിച്ചല്ലോ, അതിൻ്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്നുള്ളതിൻ്റെ അർത്ഥമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? തീർച്ചയായും അള്ളാഹു അല്ലാതെ എന്തിന്? ഇബാദത്തിന് അർഹൻ എന്നാണ്. അപ്പോൾ അത് ഇവിടെ ചേർത്ത് കൊടുക്കുക, ഇബാദത്തിന് അർഹൻ. അപ്പോൾ എന്തായി? ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന്. ഇനി എന്താണ്? ഉറപ്പിച്ചു എന്നുള്ളതിൻ്റെ മുമ്പ് ഞാൻ മനസ്സിൽ എന്ന് വേണം അല്ലേ. ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു എന്ന് ഇവിടെ ഉണ്ട്. പിന്നെ എന്താണ്? എങ്ങനെ പറയുന്നു? വ്യക്തമാക്കി പറയുന്നു എന്നല്ല നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിവിടെ ഇതാം, വ്യക്തമാക്കി പറയുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം കംപ്ലീറ്റായി. വായിച്ചു നോക്കുക നമുക്ക്. തീർച്ചയായും അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുന്നു. ശരിയല്ലോ. ഈ രണ്ടാമത്തെ എന്താ? അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളതിൻ്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡാഷ് വിൻ്റെ ഡാഷ് ആണെന്ന് ഞാൻ ഡാഷ് ഉറപ്പിച്ചു ഡാഷ് പറയുകയും ചെയ്യുന്നു എന്നാണ്. അപ്പം അങ്ങനെ വരിക. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ്? അള്ളാഹുവിൻ്റെ എന്നാണ്.
അപ്പോൾ ഇവിടെ അള്ളാഹു എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അള്ളാഹുവിൻ്റെ എന്ന് ഇവിടെ ഉണ്ട്. ഇനി എന്താ വേണ്ടത്? ആര് ആണെന്നാണ്? റസൂലാണെന്നാണ് അല്ലേ. അപ്പോൾ റസൂൽ എന്നിവിടെ ചേർക്കുക. ആണെന്ന് ഞാൻ ഡാഷ് ഉറപ്പിച്ചു. അപ്പോൾ ഇവിടെ എന്താ വേണ്ടത്? എവിടെയാണ് ഉറപ്പിച്ച്? മനസ്സിൽ. അപ്പോൾ മനസ്സിൽ എന്നിവിടെ ചേർക്കുക. മനസ്സിൽ ഉറപ്പിച്ചു ഡാഷ് പറയുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ എന്ത് വേണം? എങ്ങനെ പറയുന്നു നമ്മൾ പഠിച്ചത്? വ്യക്തമാക്കി എന്നല്ലേ. ഇതൊക്കെ നേരത്തെ ഒന്നാമത്തേലും ഇതുണ്ടല്ലോ. അപ്പോൾ വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇനി വായിച്ചു നോക്കുക. തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു വ്യക്തമാക്കി പറയുകയും ചെയ്യുന്നു. അതങ്ങനെ പൂരിപ്പിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.